മുഖ്യമന്ത്രിയല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രചന്ദ്രന് എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. പ്രവാചകന്റെ മുടിയായാലും നഖമായാലും വേർപ്പായാലും ഇതെല്ലാം ബോഡി വേസ്റ്റ് ആണല്ലോ. പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കും? അമ്മ ഇതിൽ കമന്റ് കേട്ടോ കേട്ടോ. നിങ്ങൾ ആളെ വിളിക്കുന്ന ആളെ വിളിച്ചാൽ മതി. ഈ സുധാകരൻ എത്ര വലിയ ചെറ്റത്തരമാണ് കാണിച്ചത് എന്നാണ്. വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? നമസ്കാരം. മാറി നിൽക്കാൻ കൊണ്ട് ഞാൻ മറ്റൊരു സംഭവം പറയാം, കേൾക്ക്. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. എല്ലാ നേരവും എടുക്കുന്നുണ്ട്. കുറച്ചു നേരം മുന്നേരം എടുക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ പോകാം. എപ്പാന്ന് വെച്ചാൽ കഴിഞ്ഞോ? ഈ നിമിഷം മുതൽ സാറ് ചരിത്ര പുരുഷനാകാൻ പോവല്ലേ? അതാ അങ്ങോട്ടേക്ക് നോക്കൂ. മൈക്കിൽ കേൾക്കാത്ത എനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മൈക്കിൽ ശബ്ദം ഉണ്ടാവും. എന്റെ മൈക്കിൽ ശബ്ദം ഉണ്ടാക്കാൻ ആടെ ചെയ്യണം. രസമിനി അങ്ങോട്ട് കൂടി വരുന്നു. ആളി കാണുന്ന പോലൊന്നുമല്ല. ശബരിമലയിൽ ദർശനം നടത്തി ബിന്ദുവും കനകദുർഗയും. ശബരിമലയില് നേരത്തെ മുതലേ യുവതികളായിട്ടുള്ളവര് കയറാൻ പോയിരുന്നല്ലോ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രി മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. നീ പകപോക്കുകയാണല്ലേടാ. നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശ് നായർ. എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല. ആരോപണങ്ങൾ ശരിവെച്ച് കോവിഡ് കാലത്തെ PPE കിറ്റ് വാങ്ങിക്കൂട്ടിയതിലെ ക്രമക്കേട് അക്കമിട്ട് നിരത്തി CAG റിപ്പോർട്ട്. 1500 രൂപ നിരക്കിൽ PPE കിറ്റ് വാങ്ങിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കും. അതോ അത് ഞാനല്ല. കേരള സഹകരണ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത തട്ടിപ്പായ ഇരിഞ്ഞാലക്കുട കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് 11,000-ഓളം പേരുടെ 312 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇടതു ഭരണസമിതിയിലെ ചിലരും ഉദ്യോഗസ്ഥരും ചേർന്ന് തട്ടിയെടുത്തു. ടെൻഡർ വ്യവസ്ഥകൾ അട്ടിമറിച്ച സർക്കാർ 108 ആംബുലൻസ് സർവീസ് കരാർ സ്വകാര്യ കമ്പനിക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ 7 കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസ്. പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ ഒളിവിലെന്ന് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധി കേന്ദ്രമേ പത്മകുമാറെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ശബരിമലയിലെ സ്വർണം വരെ കൊള്ളയടിച്ചു. ഇതിനൊരു അവസാനമില്ലേ? മുഖ്യമന്ത്രിയല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രചന്ദ്രന് എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.